ജീവിതം ഒന്നേയുള്ളൂ പെണ്ണേ, ഈ മണ്ണിൽ ജീവനായി നീയേയുള്ളൂ. അമ്മൂസേ, ഇത് മുയൽക്കുട്ടീന്റെ ഡ്രസ്സാടാ. മുയൽക്കുട്ടി മിയാവ് മിയാവെന്നൊന്നും കത്തില്ല. പൂച്ചക്കുട്ടിയാണ് മിയാവ് മിയാവെന്ന് കത്തുക. ശരി ശരിയടാ, ശരി, നീ മുയൽക്കുട്ടിയല്ല മിയാവ് കുട്ടിയാണ്, പോരെ? അയ്യോ ശരി, പോട്ടെടാ പിങ്കു, അവള് ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് അതൊന്നും അറിയില്ലല്ലോ. അവൾക്ക് പൂച്ചക്കുട്ടിയാണ് ഇഷ്ടം, അതുകൊണ്ട് അവൾ അങ്ങനെ പറയണ്. അവൾക്ക് മുയൽക്കുട്ടിയൊന്നും അറിയില്ല, അവൾ കണ്ടിട്ടില്ലല്ലോ. അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവള് പൂച്ചക്കുട്ടി ആയിക്കോട്ടെ. ഇപ്പൊ ഇല്ലാന്നും പറഞ്ഞ അവള് കരയാൻ നിൽക്കും. അമ്മുസേ, നീ മിയാവ് കുട്ടിയാണ് ട്ടാ, നീ മിയാവ് മിയാവെന്ന് കത്തിക്കോ. അയ്യോ ശരി, പോട്ടെ, വിടടാമോ. പിങ്കു എവിടെ പോവും? അവൾ കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് നിന്റെ കൂടെ തന്നെ കളിക്കാൻ വരും, നീ കരയണ്ട. അയ്യോ അമ്മൂസേ, കരയണ്ടടാ. പിങ്കു പോയാൽ എന്താണ്? അമ്മൂസിന്റെ കൂടെ കളിക്കാൻ തന്നെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ അമ്മൂസിന്റെ കൂടെ കളിക്കാം. ഓ കളിക്കുമല്ലോ, അമ്മൂസിന്റെ കൂടെ കളിക്കണതല്ലാതെ അച്ഛന് വേറെന്താ പണിയുള്ളത്? അച്ഛൻ കളിക്കാട്ടോ, നീ വാ, നമ്മ രണ്ടുപേർക്കും കൂടെ കളിക്കാം. അച്ഛൻ തന്നെ അമ്മൂസിന്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാടാ കരയണ്? കരയണ്ട, അമ്മൂസ് കരച്ചിൽ നിർത്തിയിട്ട് ചിരിക്കും നോക്കട്ടെ. കിട്ടിയ പോലെ പോകണേ ഉന്നെ വിട്ടാ എനിക്ക് യാരടാ, നിന്നെ വിട്ടാ ഉനക്ക് യാരടാ, ബെസ്റ്റ് ഫ്രണ്ട് പോലെ വരിയാരടാ.
காலேஜுக்கு டூட்டத்து லீவு போட்டு வரட்டா ஸ்டார்ஷிப்ல மாசத்துக்கு டிக்கெட் ஒண்ணு போடட்டா ஸ்பைடர் மேன வீட்டுக்கு லஞ்சுக்கு கூட்டி யாரட்டா அம்மா முருவா சாப்பிட்டுட்டு அது போனா ഐഷുമോളെ എന്താ പറ്റിയത്? സ്വപ്നം എന്തെങ്കിലും കണ്ടോ? അതേമ്മാ, ഞാൻ നിങ്ങളെ കൊണ്ട് എപ്പോഴും പറയില്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുട്ടി കരയുന്ന പോലെ ഒരു സ്വപ്നം വരുന്നുണ്ടെന്ന്. ഇതാ ഇപ്പോഴടക്കം ഉറങ്ങുമ്പോ ഒരു കുട്ടി കരയുന്ന പോലെ സ്വപ്നം വന്നു. അതാ ഞാൻ നെട്ടി എണീറ്റത്. എനിക്ക് ഈ 2 വർഷത്തില് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്വപ്നം വരുന്നുണ്ടമ്മാ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ഒന്നുമില്ല ഐഷുമോളെ, നീ നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയില്ലേ? അവിടെ ഈ ലേബർ വാർഡിൽ കുട്ടികൾ കരയണതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കായിരുന്നില്ലേ? അതുകൊണ്ടായിരിക്കും നിനക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നുന്നത്. അയ്യോ അല്ലമ്മ, ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവിടെ ജോലി വിട്ട് നിന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ അവിടെ ജോലിക്ക് പോവാതിരിക്കുമ്പോഴേ എനിക്ക് അതുപോലെ സ്വപ്നം വരുന്നുണ്ട്. അപ്പോ എനിക്കിതുപോലെ കുട്ടി കരയണ സ്വപ്നം വരുന്നതിന്റെ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്നാ തോന്നുന്നു. അയ്യോ ഐഷു, അങ്ങനെയൊന്നും ഇല്ല. സ്വപ്നം വരാൻ വലിയ കാരണമൊന്നുമില്ല. അതെന്തെങ്കിലുമൊക്കെ നമുക്ക് വരും. അതിനെക്കുറിച്ച് ഒരുപാടൊന്നും നീ ചിന്തിക്കാൻ നിൽക്കണ്ട. ഇന്നാ ആദ്യം ഈ ചായ കുടിക്ക്. പിന്നെ അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ നിനക്കൊരു ചെക്കനെ നോക്കി വെച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് ഇന്ന് നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. വേഗം എണീറ്റ് ഈ ചായ കുടിച്ച് റെഡിയാവ്. അവര് ചിലപ്പോ 10-11 മണിയാകുമ്പോഴേക്ക് വരും. അമ്മ, ഞാൻ നിങ്ങളോട് പറഞ്ഞതില്ല എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. പിന്നെ എന്തിനാ അവർ ഇന്ന് വരാൻ പറഞ്ഞത്? ഞാനൊന്നും റെഡിയായി നിൽക്കില്ല. എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട. എനിക്ക് ജോലിക്ക് പോണം. കല്യാണമൊക്കെ ഇനി 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി. പിന്നെ ഇന്നൊന്നും അവർ വരുമ്പോൾ ഞാൻ റെഡിയായി നിൽക്കില്ല. അതുമല്ലാതെ എനിക്കിന്ന് വേറൊരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ലാബിൽ ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തതാ. ഇന്ന് ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോകാൻ പോവാണ്. ഞാനിവിടെ പെണ്ണുകാരന്റെ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല. ശരി, നീ എന്താ ഇങ്ങനെ പറയണേ? അപ്പൊ ചെക്കന്റെ വീട്ടിൽ നിന്ന് കാണാൻ വരുമ്പോ പെണ്ണ് എവിടെ നിന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? പെണ്ണ് എവിടെ നിന്ന് ചോദിച്ചാ പെണ്ണ് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാ മതി. അല്ല, അതിന് സൗകര്യം ഇല്ലെങ്കിൽ അമ്മ തന്നെ അങ്ങ് റെഡിയായി ഒരുങ്ങി നിന്നാ മതി. ഈ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല. ഐഷു, നീ എന്താ പറയണേ? ഇടി ജാനകി, എന്താ അവിടെ രാവിലെ തന്നെ ഒരേ ശബ്ദവും ബഹളവും ആയിരിക്കണോ? നിങ്ങളുടെ മകള് പറയണതൊക്കെ കേട്ടാ പിന്നെ ബഹളം വെക്കാതെ എന്ത് ചെയ്യാനാ? എന്താ അവൾ എന്താ പറയണേ? ഇന്ന് ആ ചെക്കന്റെ വീട്ടിൽ നിന്ന് അവളെ കാണാൻ വരുന്നുണ്ട്, അവളെ റെഡിയായി നിൽക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതിനവൾ എന്താ പറയണറിയോ? അവൾക്ക് എന്തോ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ ഉണ്ടത്രേ. അവൾ ആ ഇന്റർവ്യൂവിന് പോകുവേ. ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്ന് പെണ്ണ് എവിടെന്ന് ചോദിച്ചാ ഞാൻ റെഡിയായി ഒരുങ്ങി നിൽക്കണവേ. അയ്യോ, നീ റെഡിയായി ഒരുങ്ങി നിന്ന അവസാനം ചെക്കന്റെ വീട്ടുകാര് നീയാണ് പെണ്ണെന്നും പറഞ്ഞ് കല്യാണത്തിന് സമ്മതം പറഞ്ഞ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ മനുഷ്യ, നിങ്ങൾക്കെന്താ ഞാൻ പറയണത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? അവൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരുപാട് ദിവസമൊന്നും നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ. എന്താ ഏട്ടാ, നിങ്ങൾ മറന്നോ? അവൾക്ക് ആക്സിഡന്റ് ആയി. അവൾ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുവാണ്. ഇനിയിപ്പോ അതൊക്കെ അവൾക്ക് ഓർമ്മ വരാതെയേ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും ഓർമ്മ വരാന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? നമ്മളെ വേണ്ടെന്നും പറഞ്ഞ ആ ചെക്കന്റെ കൂടെ പോയി അവനെ കല്യാണം കഴിച്ച അവൾ എത്ര കഷ്ടപ്പെട്ട്. എന്തോ ദൈവക്കുരുത്തം കൊണ്ടാണ് അവൾക്ക് ആക്സിഡന്റ് ആയി അവൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി നമ്മുടെ അടുത്ത് എത്തിയത്. പക്ഷെ എന്നാലും അവൾക്കൊരു കുട്ടിയായിട്ടുണ്ട്. അത് അവൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്വപ്നത്തിൽ ഒരു കുട്ടി കരയുന്ന പോലെ ശബ്ദം കേൾക്കണമെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് അവൾക്ക് ജനിച്ച ആ കുട്ടിന്റെ ഓർമ്മയാണ്. എന്തോ ആ കുട്ടി ജനിച്ച് അവൾ കാണുമ്പോഴേക്കും തന്നെ ആ കുട്ടീനെ അവന്റെ കയ്യിൽ കൊടുത്തയച്ച് ഇനി ഇവളെ കാണാൻ വരാൻ പാടില്ലെന്ന് സത്യം വാങ്ങിച്ചയച്ചു. ഒരിക്കലും നമ്മുടെ മകളെ ശല്യം ചെയ്യില്ല, ഈ കുട്ടി അവളുടെയാണെന്ന് പറയില്ലെന്ന് അവൻ നമ്മുടെ അടുത്ത് സത്യം ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ തിരിച്ചു വരില്ല. പക്ഷേ ഇവൾക്ക് എല്ലാം ഓർമ്മ വന്നാൽ എന്ത് ചെയ്യും? ഇവൾ അവനെ തേടി പോവില്ലേ? അങ്ങനെ ഇവൾക്ക് ഓർമ്മ വരുമ്പോഴേക്കും ഇവൾക്ക് നമ്മൾ വേറൊരു കല്യാണം കഴിച്ച് ഇവൾക്ക് കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെന്തായാലും കെട്ടിയവനെയും കുട്ടീനെയും വിട്ടിട്ട് അവളെ അവന്റെ കൂടെ പോകണമെന്ന് വിചാരിക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവൾക്ക് പെട്ടെന്നൊരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 2 വർഷം പറഞ്ഞു മതിയായി. പക്ഷെ അവൾ കല്യാണത്തിന് സമ്മതിച്ചേ ഇല്ല. ഇനിയും കൂടെ വിട്ടാൽ ശരിയാവില്ല. അവൾക്ക് എല്ലാം ഓർമ്മ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവൾക്ക് കല്യാണം കഴിച്ചു വെക്കണം. അല്ലാതെ അവൾക്ക് ഓർമ്മ വന്ന് വീണ്ടും അവന്റെ കൂടെ പോയാ എന്റെ മകളുടെ ജീവിതം അവന്റെ കൂടെ പോയി വീണ്ടും തൊലയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജാനകി, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് നമ്മ അവളിനെ കല്യാണം കഴിക്കുന്നു പറഞ്ഞ ഒരുപാട് പ്രഷർ ചെയ്യാനും പറ്റില്ല. കുറച്ചൊക്കെ അവളുടെ പോക്കിന് പോയേ പറ്റൂ. അവളിപ്പോ എന്താ ജോലിക്ക് പോണെന്നല്ലേ പറയണ്? അവള് ജോലിക്ക് പൊക്കോട്ടെ. അങ്ങനെ നല്ലപോലെ അവളെ കൊണ്ട് പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കാം. ശരി, നിങ്ങൾ എന്ത് ചെയ്യോ ഏത് ചെയ്യോ, ഈ വർഷത്തിന്റെ ഉള്ളിൽ അവൾക്ക് എങ്ങനെയെങ്കിലും വേറെ കല്യാണം കഴിച്ചു വെച്ചിരിക്കണം. ശരി നോക്കാം.